അപ്പോൾ നമ്മുടെ ചക്കരകൾ ഒന്നിച്ചേക്ക് വന്ന് ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു. രാവിലെ നമ്മൾ പറഞ്ഞു, എന്നാലും ചിരിച്ചൊരു വഴിയായല്ലോ. എല്ലാം നീ റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലേ? ഇതൊക്കെ വരുമ്പോ എന്നെ എല്ലാവരും കൂടിയിട്ട് തയ്യാറി പൊളിച്ചു നിൽക്കണം. ഗുഡ് മോർണിംഗ്. ഇന്നൊരു സന്തോഷ ദിവസമാണ്. അപ്പോൾ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അറിയാത്തവർക്കായിട്ട് ഇന്നാണ് നമ്മുടെ രവിയുടെയും അതുപോലെ ആതിരയുടെയും കല്യാണം. അപ്പോൾ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് ഒരുങ്ങിയ ആൾ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പ്രൗഡായിട്ട് പറയാം, അത് ഞാനാണ്. ഇപ്പോൾ സമയം 5:10. ഈ സമയത്ത് തന്നെ ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം കുറച്ച് കഴിയുമ്പോഴേക്കും ആൾ തിരക്കൊക്കെ വരും. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. സോ കല്യാണ വീടിന് മുന്നിൽ ഒരു ഇൻട്രോ. സോ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം രവിക്കും ആതിരയ്ക്കും വേണം. ഐ എം സീക്കിംഗ് യുവർ ബ്ലെസ്സിങ്സ് ടു ദ കപ്പിൾസ്. സമയം കളയത് ഇയാളെ സുന്ദരനാക്കോ അനങ്ങാതിരുന്നോ? ഇന്നീ മീശമ ഞാനൊരു താജ്മഹാള് പണിയും. അനങ്ങിയാലത് കുത്തബ് മീനാറാകും. നമ്മുടെ അണ്ണൻ എന്ന് പറഞ്ഞ ആള് ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണ്. നമ്മള് അങ്ങനെ രാവിലത്തെ പരിപാടിക്ക് ഒരുക്കാന്നുള്ളത് ഇത് എനിക്കാണ് ഏൽപ്പിച്ചത്. വൈകുന്നേരം ബാക്കിയുള്ളതൊക്കെ ബ്യൂട്ടി പാർലറുകാർ ചെയ്തോളൂ. ഇപ്പൊ രാവിലെ കെട്ടിനൊരുക്കാന്നുള്ള പരിപാടി ഞാനാണ് ചെയ്യാൻ രേവന്തേനെ പറയണ പോലെ ഫൗണ്ടേഷൻ സമയമില്ല. ത്രില്ഡാണോടാ കല്യാണം കഴിക്കാൻ? സമയമില്ലാത്തോണ്ടാ ഒരുങ്ങുന്ന അവനെ വിട്ടിട്ട് ഈ പുള്ളി എന്റെ വീഡിയോ ആണല്ലോ എടുക്കുന്നത്. നിങ്ങളുടെ വീഡിയോ എടുക്കാണോ? ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ? ഞാൻ ഫിലിം സ്റ്റാർ അല്ലേ? ചോദിക്കണം കേട്ടോ, അനുവാദം ചോദിച്ചിട്ട് എടുക്കാം. അങ്ങനെ താലികെട്ടിനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള സമയമായിരിക്കുകയാണ്. കല്യാണ വണ്ടി താറ് നമ്മൾ നല്ല പൂക്കളൊക്കെ കൊണ്ട് ഒരുക്കിയിട്ടുണ്ട്. അറിയാം. നീ ഫ്രണ്ടിലല്ലേ? ആ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ. ആൻറ്റിക്കും അങ്കിളിനും രവിക്കും ഒപ്പം കല്യാണ വണ്ടിയിൽ തന്നെ പുറകിലെ സീറ്റിൽ ഇരുന്ന് വരാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. അപ്പോൾ മുതുകാട് ഭഗവതി ക്ഷേത്രത്തിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെയാണ് രവിയുടെ ആതിരയുടെ എൻഗേജ്മെൻറ്റും നടന്നത്, ഈ ഒരു അടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ. അതെ, ഈ താറിലെ ഇറങ്ങലും കാരണം എളുപ്പമല്ല കേട്ടോ, നല്ല പാടാ. നീ വരുന്നുണ്ടോ മറ്റേ പാർലറിലേക്ക്? ഞാനിപ്പോ വീട്ടിൽ ചെന്നൊക്കെ ഡ്രസ് പറയാം. ഓക്കെ. അമ്പലത്തിലെത്തി പടം പിടിച്ചോണ്ടിരിക്കുകയാണ്. രവിയുടെ മറ്റേ ബാച്ചിലർ ലൈഫിലെ ചില അവസാന നിമിഷങ്ങളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻറ്റി അങ്കിളും താലി പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് പോയേക്ക് വന്ന്. ഇപ്പോൾ ഞാനും ഒന്ന് അങ്ങോട്ട് പോട്ടെ. അപ്പോൾ നമ്മുടെ ചക്കരകൾ ഒന്നിച്ചേക്ക് വന്ന് ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു. നിങ്ങളുടെ ഗാങ്ങിലേക്ക് രവി വന്നു. ഞാൻ ഉടനെ വരും. അടുത്തത് ഞാൻ. രവി എന്ന വൻമരം വീണു. ഇനി സിംഗിൾ ലൈഫിൽ ഞാൻ മാത്രമേ ഉള്ളൂ. സിഗ്മ മെയിൽസ് പാലക്കാടിന്റെ പ്രസിഡന്റാണ്. വധുവിന് ആവശ്യമുണ്ട്. പാലക്കാട് യുവാവ്. എനിക്കും ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ തയ്യാറുമാണ്.
അപ്പൊ എന്താണെന്ന് വെച്ചാ ഇവിടെ ഭയങ്കര പൊന്നീറ്റർ ശല്യം. ഞാൻ പോട്ടെ. അങ്ങനെ ഇവിടുത്തെ പരിപാടീസൊക്കെ ഒരുവിധം കഴിഞ്ഞ് അവന് മാറാനുള്ള ഡ്രസ്സും. ഇനിയിപ്പോൾ നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോകണം. ഇന്നത്തെ ദിവസം അതൊക്കെ കൗണ്ടർ ചെയ്യണം. എല്ലാം നീ റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലേ? ഇതൊക്കെ വരുമ്പോ എന്നെ എല്ലാവരും കൂടി എടുത്ത് ഇറങ്ങി. ഓൾറെഡി എയറിലാണ് രവി. അതിന്റെ കൂടെ നീ ഇത് വ്ളോഗിലും കൂടി ഇതിന്റെ ചില ലൈൻ കട്ട്. ആലുവ ടൗണിൽ തന്നെ ഉള്ളത് കോയിഫർ എന്ന ബ്യൂട്ടി പാർലറിലാണ് ഗ്രൂമിന്റെ മേക്കപ്പ് ഒക്കെ. ക്വസ്റ്റ്യൻസ് ആർ ഹിയർ കൈമാറിയിരിക്കുന്നു. ഓക്കെ, ഇതിനകത്ത് അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. ഇനി എൻ്റെ അടുത്ത പരിപാടി വീട്ടിൽ പോയിട്ട് ഇഡ്ഡലിയും വടയും കഴിക്കാൻ. അങ്ങനെ നമ്മുടെ പയ്യനെ അവിടെ മേക്കപ്പിന് കയറ്റിയിട്ട് ഇപ്പോൾ ഞാനും ഷംസീർ ബ്രോയും കൂടിയും വീട്ടിലേക്ക് പോവുകയാണ്. ഈ കാണുന്ന 3 ഇഡ്ഡലിയും പിന്നെ ഉഴുന്നുവടയും സാമ്പാറും ചട്നിയൊക്കെ ചേർന്നിട്ടുള്ള എനർജി കൊണ്ട് വേണം ഇന്ന് മൊത്തത്തിലൊന്ന് ഓടാൻ. ഇന്ന് വിവാഹിതരാകാൻ പോകുന്നു. പക്ഷെ വിവാഹിതരായിട്ട് ഓൾറെഡി 2 കൊല്ലം കഴിഞ്ഞു. 2.5 കൊല്ലം. ഒരു കല്യാണ വീടിന്റെ വൈബൊക്കെ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ ഫുൾ തിരക്കിലാണ്. ഇനി കല്യാണ ചെക്കൻ്റെ മേക്കപ്പ് കഴിഞ്ഞാൽ ഞാൻ അവിടെയും എത്തണം. എന്ത് ചെയ്യാൻ, ഞാൻ ഒരാളല്ലേ ഉള്ളൂ, അല്ലെ അവിടെ അടുത്ത് എത്തണ്ട ഞാൻ. ഇന്ന് ഓയിൽ ഫേഷ്യൽ ഇട്ടുണ്ടാ അടിപൊളിയുണ്ട്. എന്തായാലും മേക്കപ്പ് പൊളിച്ച്. നിനക്ക് വല്ല കഴിക്കാൻ കിട്ടിയ? ഞാൻ ഇഡ്ഡലി കൊണ്ടുവരട്ടെ ഇങ്ങോട്ട്? കൊണ്ടുവരാം ഞാൻ. എന്നാ ജ്യൂസ് അല്ല, ജ്യൂസ് ചായ. ഒരു മാരേജ് ആയിട്ട് ബന്ധപ്പെട്ട് വന്നതാ. ആരുടെ? എന്റെ. എനിക്ക് വിശക്കുന്നു, എനിക്ക് കുറച്ച് ഭക്ഷണം വാങ്ങിച്ചു തരുമോ? രാവിലെ എണീറ്റില്ലേ? അതെന്നെ ചോദിച്ചത്. അതെന്തിനാ വേറെ രീതിയിൽ പറയണം? മാറ്റി. ഞാൻ ഒരുവിധം കൺവിൻസ് ചെയ്തിട്ട് റിസപ്ഷൻ നിർത്തിയിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞിട്ട് പോയാൽ മതി. കാരണം നിന്റെ ഡാൻസിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും വെയിറ്റിംഗ്. പറയാൻ പറ്റില്ല, ചിലപ്പോ പറയാൻ പറ്റില്ല. കമ്മിറ്റിക്ക് പരിപാടിയിൽ മാറ്റങ്ങൾ വരുത്താൻ എന്ത് അധികാരം? നീയല്ല കമ്മിറ്റി, ഞാനാണ് കമ്മിറ്റി. നീ കമ്മിറ്റി അല്ല, നടത്തുന്ന അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. അല്ലല്ല, നിങ്ങൾ കാണികൾ. ബസ് അവിടെ ഉണ്ട്, നിങ്ങൾ ഓഡിയൻസ്. ഓക്കെ, പക്ഷെ കമ്മിറ്റി ഞങ്ങൾ പരിപാടിയിൽ മാറ്റം വരുത്താം. പരിപാടി ക്യാൻസൽ ചെയ്യാൻ പാടില്ല. അതാണ് പരിപാടിയിൽ മാറ്റം എന്ന് പറഞ്ഞാൽ ക്യാൻസലും വരും. ഫ്രണ്ട്സ്, നിങ്ങളൊന്ന് കേൾക്കൂ. ചെക്കൻ്റെ പെണ്ണിന്റെ ഡാൻസ് വേണ്ടേ? അങ്ങനെ വിഷമത്തോടു കൂടി പറയട്ടെ, ഡാൻസ് ക്യാൻസൽ ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ കല്യാണ വീട്ടിൽ നിന്ന് എല്ലാവരും ഇറങ്ങി. ഇനി ബസ്സിലെ കോർഡിനേഷനാണ് എൻ്റെ അടുത്ത പണി. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇവിടെ ഉണ്ട്. ചിരിച്ചൊരു വഴിയായ മണവാള. ഏതാണ്ട് എന്റെ മച്ചാൻ അങ്ങനെ കല്യാണം കഴിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓൾറെഡി രാവിലെ നമ്മൾ പറഞ്ഞു, എന്നാലും ചിരിച്ചൊരു വഴിയായല്ലോ. ശരി, നമുക്കൊരു ഫോട്ടോ എടുക്കാം. അങ്ങനെ ഇതാണ് നമ്മുടെ ഫോട്ടോ. അങ്ങനെ ഫോട്ടോ കളറായില്ലേ? അതിനുശേഷം നല്ലൊരു എറണാകുളം സദ്യ കഴിക്കാൻ വേണ്ടി നമ്മൾ പോയി. നീ എന്തിനാ ഇപ്പൊ കയറിയിരുന്നത്? ഞങ്ങൾ സെക്കൻഡ് ആൾക്കാരാ, ഞങ്ങളാ ഫസ്റ്റ് ഇരിക്കേണ്ടത്. അപ്പൊ ആര് വിളമ്പും?
ഞങ്ങൾ ഫസ്റ്റ് പന്തിയിലൊന്നുമല്ല കേട്ടോ, 4ാമത്തെ പന്തിയിലൊക്കെയാണ് ഇരുന്നത്. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ബസ് എടുക്കാറായി. അപ്പം നമ്മളങ്ങനെ ബസ്സിൽ കയറി, കാലിയായിട്ടുള്ള ബസ്. ഇനി കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ, എന്നിട്ട് റിസപ്ഷനിൽ വെച്ച് കാണാം. രവി എന്നോട് കോട്ട് സൂട്ടൊക്കെ ഇടാനാണ് പറഞ്ഞത്, പക്ഷേ ഇത് മതി. ചില്ലല്ലേ, പിന്നെ അടിപൊളിയല്ലേ? പിന്നെ പൊളിച്ചു നിൽക്കണം. പ്രോട്ടീൻ പൗഡർ ചലഞ്ച് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. കല്യാണം കഴിഞ്ഞിട്ട് അടുത്ത ദിവസം മൂപ്പര് നേരെ ജിമ്മിലേക്കാണ്. പ്രോട്ടീൻ പൗഡർ ചലഞ്ച്. വേറെ ഏതെങ്കിലും മണവാളങ്ങനെ ഉണ്ടാവോ? അവളായിട്ട് പറ്റിച്ചേക്കണം. ആണാ? പ്രോട്ടീൻ പൗഡറിന് വേണ്ടി 3 മണിക്കൂർ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റും പറഞ്ഞായിരുന്നു എന്നോട്. എന്തായാലും അത് അടിപൊളി. കഴിച്ചാ? കഴിച്ചിട്ട് എന്നാ പിന്നെ കാര്യമായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ടാവാം ഇനി സംസാരം. ഓക്കെ, താങ്ക് യു. അത് കല്യാണ ചെക്കന് വേണ്ടിയിട്ട് ഒരു പ്രൂഫ് ഞാൻ വന്നു കാണിക്കാൻ. അപ്പം ഇതാണ് എൻ്റെ ഫസ്റ്റ് പ്ലേറ്റ്. ഇതേ പ്ലേറ്റിൽ തന്നെ ഇതാ എൻ്റെ സെക്കൻഡ് പ്ലേറ്റ്. നല്ല കപ്പയും മീൻകറിയും കൂടി ഉണ്ട്, പക്ഷേ അത് ഞാൻ മിസ് ചെയ്തു കേട്ടോ. ഒരു ഗ്രീൻ ആപ്പിൾ ടീയും കൂടിയും കുടിക്കാം. എന്നിട്ട് രവിയും ആതിരയും ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്ന് കൂടെ ഇരിക്കാം. ജസ്റ്റ് കൂടെ ഇരിക്കുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ. അവർ ഡെസേർട്ട് കഴിക്കാൻ പോയ ഗ്യാപ്പിൽ ഞാനും ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ചു. അങ്ങനെ ഇവിടുന്ന് ഇറങ്ങാറായി. നാളെ ഉച്ചയ്ക്ക് തിരിച്ച് ഷൊർണൂർക്ക് പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റിൽ അറിയിക്കുക. എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇനി നമുക്കെല്ലാവർക്കും 2026 ഒരു പുതിയ വ്ളോഗുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.